ഈ സമൂഹത്തിൽ ആരെങ്കിലും മോളിരിക്കുന്ന കുട്ടികളൊന്നും കാരണം വിക്കുള്ളവരുണ്ടോ? വിക്കുള്ളവരുണ്ടോ? സംസാരത്തിൽ വിക്കുള്ളവർ, ജന്മന തന്നെ അല്ലാതൊക്കെ വിക്ക് ഉള്ള ആരെങ്കിലും ഉണ്ടോ? വിക്കുണ്ടോ? ആ കൊച്ചിന് വിക്കുണ്ടോ? നിങ്ങൾ പോരെ, ഇപ്പം സൗഖ്യ. അങ്ങയുടെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എന്റെ കർത്താവായ യേശുവിന് എല്ലാ മഹത്വവും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഇല്ല. എവിടെ പോയി? ഹല്ലേലൂയ. പോരാ, നിങ്ങളുടെ സന്തോഷം പോരാ. ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. കരമുയർത്തി എല്ലാം സാധ്യം, എല്ലാം സാധ്യം, എല്ലാം സാധ്യം, എല്ലാം സാധ്യം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വചനം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യമാക്കി. കർത്താവ് എപ്പോഴും രോഗികളോട് കരുണ കാണിക്കുന്നവനാണ്. രോഗസൗഖ്യം കർത്താവിൻ്റെ മുറിവിനാൽ ഉള്ളതാണ്. അത്ഭുതകരമായിട്ട് കർത്താവ് ക്രൂശിൽ ഏറ്റുവാങ്ങിയ സഹനത്തിൻ്റെ വിലയാണ് രോഗസൗഖ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മകളുടെ കണ്ണിലൂടെ ഒഴുകുന്ന ഈ കണ്ണുനീര് സന്തോഷത്തിന് കണ്ണുനീരാണ്. ഞാൻ അവിടെ ഇപ്പം കുറെ വയസ്സായ അമ്മമാർക്ക് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു, വയസ്സായ കൊടുത്തു ഞാൻ ചെറുപ്പമല്ല, എനിക്ക് ചോദിച്ചു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പം കുറേ പേരോട് കയറി എടുക്കണുണ്ട്. ഇപ്പം ഞാൻ വെറുതെ ചോദിച്ചതാ, അങ്ങനെ ബ്രദർ പറയണം, ബാക്കി കൂടെ പറയണം, വിക്കുള്ളൊരു കൊച്ചുണ്ട് വന്നെന്ന് പറയണമെന്ന് വിഷയം പറഞ്ഞു. പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര എക്സൈറ്റഡ്. ഈ മോള് പറഞ്ഞു കേട്ടോ, അവിടെ ഈശോട് അവിടെ നിന്ന് പറഞ്ഞു വിക്കുള്ള ആളിനെ വിളിക്കണമെന്നല്ലേ? ഇവിടെ ഈശോട് പറഞ്ഞു വിക്കുള്ള ആളിനെ വിളിക്കണമെന്ന് പറഞ്ഞ നിമിഷം ഇവിടെ നിന്ന് പറയുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണിത്. കരം ഉയർത്തിയടിച്ച് യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. യേശു